സ്റ്റാർട്ട് ചെയ്യുന്നത് രജിസ്ട്രേഷൻ. ഇതിൻ്റെ പ്രചരണാർത്ഥം ഏകദേശം 6 മാസത്തോളമായി ഞങ്ങളിതിൻ്റെ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും പല രീതിയിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു. അതിൻ്റെ മിക്ക ഈ ഡിജിറ്റൽ ഈ ആധുനിക യുഗത്തിൽ എവിടെയൊക്കെ ഇതിൻ്റെ പ്രചരണം എത്തിക്കാൻ പറ്റൂ അത്രയും ഏരിയയിലേക്ക് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിനിധികളായിട്ടാണ് ആ കമ്മിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനാണ്, അബ്ബാസ് എൻ്റെ പേര്. എന്നതേപോലെ നമ്മുടെ കൺവീനർ ജുനൈദ് റഹ്മാൻ, ട്രഷറർ റിഷാദ്, അതേപോലെ അഡ്വൈസറി ബോർഡ് മെമ്പർമാരായിട്ടുള്ള ഹംസ, അതേപോലെ നമ്മുടെ ഹസൻ, അതേപോലെ ജവാദ് വടക്കേക്കര, നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള നിസാർ എന്നിവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോഗ്രാം അതിവിപുലമായിട്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ഗവൺമെൻറ് നമ്മൾ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസുകൾ പഠിച്ചിറങ്ങിയ ഒരു കോളേജാണ്, ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് MIC കോളേജ്. അപ്പോൾ അതിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ പല ഏരിയകളിലും വലിയ നിലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബാങ്കുകളിലൊക്കെ നമ്മുടെ ഇന്ത്യയിലെ പല ഏരിയയിലുള്ള പല ബാങ്കുകളിലും മാനേജർമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസുകൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇങ്ങനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത് മുതൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. കാരണം 20 വർഷത്തെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. 4500ഓളം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയ ഈ കോളേജിൽ നിന്നും നമ്മളിപ്പോൾ 1500ഓളം സ്റ്റുഡൻസിനെയാണ് ഇപ്പോൾ അവരും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ടാണുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തുന്നുള്ളത്. അതിൽ ഉദ്ഘാടനമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ജില്ലാ കളക്ടറാണ്, അവൈലബിൾ ആയിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതേപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ പ്രതിനിധികളായിട്ടുള്ള കാസർഗോഡ് ജില്ലയുടെ മണ്ഡലം MLA എന്നെ നെല്ലിക്കുന്ന്, അതേപോലെ നമ്മുടെ ഉദുമ മണ്ഡലം MLA സാർ, പിന്നെ അതേപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാതൂർ ഷാനവാസ്, പിന്നെ അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളൊക്കെ ആയിട്ടാണ് ഒഫീഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം, കോളേജിൻ്റെ കംപ്ലീറ്റ് കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു കലാപരിപാടിയോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം സമാപിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കാര്യങ്ങളെടുത്ത് സംസാരിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിന് നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് തരണം. കാരണം ഇതിൻ്റെ ഒരു പ്രചാരമാകാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിലെ എല്ലാ പ്രസ് മീറ്റിലെ ഓരോ പത്രപ്രവർത്തകരെയും അത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചെയ്യാം. ഏകദേശം ഒരു 4500ഓളം സ്റ്റുഡൻസാണ് ഇതുവരെ ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി 20 വർഷമായിട്ട്. അതിൽ തന്നെ നമുക്കൊരു 1500ഓളം സ്റ്റുഡൻസും പ്ലസ് അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുള്ളത്. അത് വിപുലമായിട്ട്, അതായത് എൻട്രി എന്ന് പറഞ്ഞാൽ അലുമിനി അവരുടെ ഫാമിലി ആ രീതിയിൽ മാത്രമേ ലിമിറ്റ് ചെയ്തിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞോട് കൂടിച്ചേർക്കുന്നത് നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ റേഡിയോ, അതായത് RJ ആയിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുക, അതുപോലെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു RJ തൻവീർ, അങ്ങനെ ഒരാളാണ് നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പ്രോഗ്രാമിലേക്ക് ആങ്കറായിട്ട് വരുന്നത് സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ബബിത ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. മാക്സിമം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ ദിവസം പരിപാടി. പക്ഷേ ഇത് ഏകദേശം നമ്മളൊരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു നവംബർ മാസം മുതൽ ഇതിൻ്റെ ഒരു പ്രചരണവും അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഉപയോഗിക്കലും പിന്നെ അതുപോലെ ഓൺലൈൻ ഓഫ്ലൈനായിട്ട് ഒരുപാട് പരിപാടി നമ്മൾ നടത്തി കഴിഞ്ഞു. അതായത് സാമൂഹ്യ രംഗത്ത് ഒരുപാട് ഉപകാരം ചെയ്യുന്ന മെഡിക്കൽ ക്യാമ്പും അതുപോലെ അലൂമിനിസിനെ ആക്റ്റീവായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാം ലൈക്ക് സിംഗിങ് കോമ്പറ്റീഷനോ ഫോട്ടോഗ്രാഫി, അങ്ങനെ കിഡ്സിന് വേണ്ടി സെപ്പറേറ്റുള്ള പ്രോഗ്രാം, അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടി. കൂടാതെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചാരിറ്റി പ്രവർത്തനം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടൊരു ചാരിറ്റി പ്രവർത്തനം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അത് ഏത് രീതിയിൽ നിന്നിപ്പോൾ തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. പക്ഷേ അതും കൂടി ചെയ്യുന്നുണ്ട്. അംഗങ്ങളായിട്ട്, അതായത് ഇപ്പം ടോട്ടലി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4000+ ഉണ്ട്. പക്ഷേ നമ്മൾ വ്യത്യസ്ത ഗ്രൂപ്പാണ് വാട്സപ്പ്, ഏകദേശം ഒരു 4 വാട്സപ്പ് ഗ്രൂപ്പ് ആക്റ്റീവാണ്. അതിലിപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു 1300 2500 ആൾക്കാർ ആക്റ്റീവാണ്.
മറ്റു പല ആൾക്കാരും വ്യക്തിപരമായ കാരണം അല്ലെങ്കിൽ അവർ ജോലി സംബന്ധമായ കാരണങ്ങൾ കാരണം തൽക്കാലം ആക്റ്റീവായിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മളൊരു ശക്തമായ കമ്മിറ്റി വരുന്നുണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം. തീർച്ചയായിട്ടും ആ സമയത്ത് കൂടുതൽ ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. രജിസ്ട്രേഷൻ എന്ന നിലയിൽ ചെറിയൊരു എമൗണ്ട്, കാരണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് പിന്നെ ഏക്കാലത്ത് ഓർത്ത് വെക്കാനുള്ള ഡെലിഗേറ്റ് ടാഗും സൂനിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അലൂമിനി ഒരാൾക്ക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അവരൊന്നിച്ച് ഫാമിലി ആരെ കൊണ്ടുവരുന്ന അഡീഷണൽ ആയിട്ടൊന്നുമില്ല. പിന്നെ അവർക്ക് ഭക്ഷണം കാര്യങ്ങൾ ഫുൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കാര്യങ്ങൾ ലൈവായിട്ടുള്ള ജ്യൂസും സ്നാക്സും കാര്യങ്ങൾ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പഴയ മെമ്മറികളൊക്കെ അവർക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ചെയ്യുന്നുണ്ട്. ക്യാമ്പസിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി ഏകദേശം നമുക്കൊരു 9:30 വരെയുള്ള കണ്ടിന്യൂസ് പ്രോഗ്രാമായിരുന്നു. MIC സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റായിട്ടുള്ള ഒരു അലുമിനി പ്രോഗ്രാമാണ് MIC. 2002 മുതൽ 2023 വരെ ബാച്ചാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോൾ 24 വർഷം പാസ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ അവരിപ്പോൾ നമ്മൾ പ്രോഗ്രാം കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അവർ അലുമിനി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടില്ല. തീർച്ചയായിട്ടും നെക്സ്റ്റ് കമ്മിറ്റിയിൽ തീർച്ചയായും അവർ കൂടെ ഉണ്ടാവും. 23 വരെയുള്ള ആൾക്കാരാണ് നിലവിലുള്ളത്. അല്ല, ഒന്നും അങ്ങനെയല്ല. നമ്മൾ ഓരോ ബാച്ച് എന്ന നിലയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ മാക്സിമം, അതായത് തുടക്കം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരെ നമ്മൾ മാക്സിമം ക്ഷണിച്ചിട്ട് നല്ലൊരു ശക്തമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് മെയിൻ കമ്മിറ്റി, അതുപോലെ തന്നെ സബ് കമ്മിറ്റി ആയിട്ട് നമുക്ക് കൾച്ചറിന് സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ട്, മീഡിയക്ക് സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ട്, ഫൈനാൻസിന് സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ട്, സ്റ്റുഡൻസിനൊക്കെ യോജിപ്പിക്കാൻ വേണ്ടി ഒരു ബാച്ച് കോർഡിനേറ്റേഴ്സ് പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ട്, കൂടാതെ രജിസ്ട്രേഷന് വേണ്ടി വേറൊരു കമ്മിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ സബ് കമ്മിറ്റി ഒക്കെ ആയിട്ട് ശക്തമായ നിലയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.